നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്, 2 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ നമ്മളുണ്ടാക്കുന്നത് ചിക്കൻ പാർട്സിൻ്റെ റോസ്റ്റാണ്. 2 സെക്കൻഡ് ഇളക്കുക. ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒരിടത്ത് വേപ്പിലിട്ടു. എന്നിട്ട് വേണം ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വല്ലാണ്ട് നിറം മാറും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. കാരണം ഇതിലിരുന്ന് അത് ബന്ധോടും ഈ പതിയൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് മൂത്ത് വന്നാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അടുത്ത സാധനങ്ങൾ ഇടാം. തേങ്ങ കൊത്തൊന്ന് മൂത്ത് വന്നു. അതിലേക്ക് ആദ്യം കുറച്ച് വറ്റൽ മുളക് ഒരു 5-6 നെടുകീറിയിട്ട് ഇട്ട് കൊടുക്കും. നെടുകീറി മീൻസ് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കും. ഒരു 5-6 എണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ടോ, തേങ്ങയ്ക്ക് നിർമ്മാണം തുടങ്ങി. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്യുക. ഒരു 2-3 സെക്കൻഡ് സോട്ട് ചെയ്ത് ആ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും ഒരു മണം എണ്ണയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള, നന്നായി സോട്ട് ചെയ്യുക. ഉള്ളി ഒന്ന് ചൂടായി എതകളായിട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, കുറച്ച് നന്നായിട്ട് വഴണ്ട് വരാനായിട്ടാണ്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. ഉപ്പിട്ട് ഒന്നുകൂടി ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരും. ഉള്ളി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി, ഒന്ന് മൂത്ത് വരണം. ഗംഭീരമായിട്ട് ഞാൻ ഉടയുന്ന രീതിയിൽ മൂക്കണമെന്ന് നിർബന്ധമില്ല, മൂത്താന്നുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് മൂത്ത് വരണം. അതിന് വേണ്ടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കും. അത് നന്നായി മൂത്ത് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇടാം. പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി, 2 സ്പൂണോളം തന്നെ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. 1 സ്പൂണ് ഗരം മസാല, ഒരു 1.5 സ്പൂൺ മീറ്റ് മസാല, ഒരു സ്പൂണ് പെരിഞ്ചീരകം, ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്തു. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കണം. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക.
നന്നായി സോട്ട് ചെയ്ത് പൊടികളൊക്കെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ പാർട്സുകൾ ഇട്ട് കൊടുക്കും. ചിക്കൻ്റെ ഹാർട്ട്, ബ്രീപ്പർ, ചന്തിയുടെ ഭാഗം, കിഡ്നി, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ചിക്കൻ പാർട്സിൽ വരുന്നത്. അത് ഇട്ട് കൊടുക്കും. കൂടുതലും കിഡ്നിയുടെ ഭാഗമാണുള്ളത്. ഈ ചിക്കൻ പാർട്സ് കഴുകി വെച്ചിട്ടുള്ള പാത്രത്തിൽ ഈ ചിക്കൻ പാർട്സ് ഇരുന്ന് കുറച്ച് വെള്ളം ഊറിയിട്ടുണ്ട്. ഈ ലിവറിൻ്റെ അംശങ്ങളും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിലുണ്ടാകും. ആ വെള്ളം നിങ്ങൾ കളയേണ്ട, പകരം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും ആ മസാലയൊക്കെ എത്തി എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. ഇത് ലിവറിൻ്റെ പാർട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പാർട്സ് അല്ല, ലിവറിൻ്റെ ഭാഗമാണ് ഈ കൂടുതലുള്ള ലിവറിൻ്റെ ഒരു ചാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. വളരെ കുറച്ച് വെള്ളമുള്ളൂ. അത് നമ്മൾ ഇതിനകത്തേക്ക് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്ത് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. പക്ഷെ നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല, പകരം ഇതൊന്ന് വെന്തതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം. അതൊന്ന് മൂത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത് വേവാൻ കുറച്ച് സമയമെടുക്കും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറച്ച് തന്നെ മതിയല്ലോ, അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി എടുക്കുക. ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഈ ചിക്കൻ ഒന്ന് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി മുളക് പൊടി ഇടണം. കാരണം നിറം ഇത്രയും വരുന്ന പോലെ കുറച്ചുകൂടി ഡാർക്ക് കളറിലേക്ക് വരണം. ഇനി ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കും. നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ നെയ്യിന് പകരം അല്പം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഉപ്പ് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണം. ഞാനൊരു 1/2 സ്പൂണോളം ഉപ്പ് ചേർത്തു. വീണ്ടും ഒന്ന് എടുക്കാം. ഒന്ന് തിളച്ച് വന്ന ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പം മുളക് പൊടി കൂടി ചേർക്കും. കുരുമുളക് പൊടി ഇല്ലെങ്കിൽ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ചേർത്താൽ മതി. എനിക്കിവിടെ കുരുമുളക് പൊടി ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. അടച്ചു വെച്ച് വേവിക്കാം 2 മിനിറ്റ് കൂടി. ഒന്ന് വെന്ത് വന്ന ശേഷം ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം വെള്ളമായിരിക്കണം. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കും.
ഈ വെള്ളം വേണ്ട, ഇത് കുറച്ച് വെള്ളം വറ്റിക്കണം. പക്ഷെ ഇതൊന്ന് വെന്തു എന്നുള്ളിയ വെള്ളം കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അത് വേകാനായിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കും. ഒരു 2-3 മിനിറ്റ് വേവിക്കേണ്ടി വരും കേട്ടോ. നന്നായിട്ടൊന്ന് വെന്തു, വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു. അത് റോസ്റ്റാക്കി വെള്ളം ഒന്ന് കുറഞ്ഞു. ഇനി ഒന്നുകൂടി ഇത് കുറുകും, കാരണം ഇതൊരു മൺചട്ടിയാണ്. അത് വീണ്ടും ഒന്ന് കുറുകും. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം നീളം നോക്കണം. നിങ്ങൾ എടുക്കാറാകുമ്പോഴേക്കും വെള്ളം വീണ്ടും കുറയും. ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക. ഒപ്പം കുറച്ച് മല്ലിയില ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. തീ ഓഫ് ചെയ്യും, അടച്ചു വയ്ക്കും. ഇത്രയേ ഉള്ളൂ ചിക്കൻ പാർട്സ് റോസ്റ്റ് ഉണ്ടാക്കി. ഇതൊരു മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി നന്നായിട്ട് കുറുകി കിട്ടും.